നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ പറയുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മഹാഭാരതത്തിൽ അർജുന വിഷാദ യോഗം മുതൽ തുടങ്ങി 18 അധ്യായങ്ങളിലെ വളരെ മനോഹരമായ കുറേ അധികം കാര്യങ്ങൾ കൃഷ്ണൻ ഗീതോപദേശം എന്ന നിലയിൽ അർജുനോട് പറയുന്നുണ്ട്. അതിൻ്റെ വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു വിഷയം പ്രകൃതിയും പുരുഷനുമായിട്ടുള്ള ബന്ധമാണ്. പ്രകൃതിയും പുരുഷം ചൈവ വിദ്യാനാദി ഉപാവപി വികാരാം ച ഗുണാം ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വോ ഹേതുരേ ച്യുതേ പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസ്യദ്യോ ജന്മൻസു പ്രകൃതി പുരുഷൻ എന്നിവ രണ്ടും അനാദിയായിട്ട് ഈ പുരുഷൻ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള കൺസെപ്റ്റിലല്ല പറയുന്നത്. ആ കൺസെപ്റ്റിലല്ല പറയുന്നത്, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ്, മനുഷ്യർ എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടും അനാദിയാണെന്നറിയുക. വികാരങ്ങളും ഗുണങ്ങളുമെല്ലാം തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്നുണ്ടായവയാണ്. കാര്യകാരണങ്ങൾ ഉണ്ടാക്കുന്നത് പ്രകൃതിയാണ്. ഇത് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായി പറയുന്നതാണ്. സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് പുരുഷനാണെന്നും പറയപ്പെടുന്നു. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് പ്രകൃതി സ്ഥാനനായ പുരുഷനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണെന്നുള്ള അർത്ഥത്തിലാണ്. പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായി അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കനുസൃതമായിട്ടാണ് ജീവൻ ഉത്കൃഷ്ട യോനികളിലോ നികൃഷ്ട യോനികളിലോ ജന്മമെടുക്കാൻ ഇടയാകുന്നത്. അപ്പം പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ നന്മയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രകൃത്യോഷണമായത് പ്രകൃതിയും പുരങ്ങളിൽ ജീവശരീരത്തിനങ്ങൾ വസിക്കുന്നത് പുരുഷനുമാകുന്നു. ഉണ്ടായി നിലനിന്ന് വികസിച്ച് പരിണമിച്ച്, അതായത് ഉണ്ടാവുക, നിലനിൽക്കുക, വികസിക്കുക, പരിണമിക്കുക, മാറിപ്പോവുക, ഇങ്ങനെ മാറി. അതാണല്ലോ നമ്മൾ സൃഷ്ടി സ്ഥിതി സംഹാരത്തിലൊക്കെ പറയുന്നതാണ്. ഒരു വസ്തു ഉണ്ടാകുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ രൂപം മാറുന്നു, വീണ്ടും മറ്റൊരു രൂപത്തിലുണ്ടാകുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, രൂപം മാറുന്നു. ഇങ്ങനെ ഒരു ചാക്രിക വ്യവസ്ഥയിലാണ്. ഇപ്പോൾ വെള്ളമായാലും വായുവായാലും പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളിൽ ഏതെടുത്താലും ഇത് തന്നെയാണ് സ്ഥിതി. ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നത് സൂക്ഷ്മപ്രപഞ്ചവും സ്ഥൂലപ്രപഞ്ചവും ഉണ്ടെന്ന് നമുക്കറിയാം. സ്ഥൂലമായ പ്രപഞ്ചത്തിലാണ് ഇതെല്ലാം നമ്മൾ കാണുന്നത്. സൂക്ഷ്മമായ പ്രപഞ്ചം കുറച്ചുകൂടി അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു മൈക്രോ യൂണിവേഴ്സ് എന്നൊക്കെ പറയാവുന്ന കൺസെപ്റ്റാണ്. അപ്പോൾ അത് മറ്റൊരു കാഴ്ചപ്പാടായിട്ട് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടാക്കിയതുമല്ല. ഇതിനൊരു സൃഷ്ടാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സൃഷ്ടാവുമില്ല. പിന്നെ നമ്മൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം സംഭവിച്ച ഉന്മയെ നമ്മൾ ദൈവം എന്നൊക്കെ പറയും. അത് വേറൊരു അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ്. അനാദിയാണ്. അനന്തമായിട്ടുള്ള ഈ കാലപ്രവാഹത്തിൽ വിവിധ ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി രൂപപ്പെട്ട് വരുന്നതാണ്. ശാസ്ത്രവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇവയ്ക്കെല്ലാം കൃത്യമായൊരു രൂപശാസ്ത്രവും സ്വഭാവമുണ്ട്. അത് വളരെ കൃത്യമായി നമുക്ക് പഠിക്കാൻ പറ്റുന്നതുമാണ്. പ്രകൃതി എന്ന് പറയുന്നത് മായയാണ് എന്നുള്ളൊരു സങ്കല്പവുമുണ്ട്. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല, നേരിട്ട് കാണുന്നതല്ല, മറ്റൊന്നാണെന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ഇല്ലാത്തതെന്നുള്ള അർത്ഥത്തിലുള്ള മായയല്ല. അപ്പം പ്രകൃതി മായയും പുരുഷൻ ആത്മാവുമാകുന്നു എന്നൊരു സങ്കല്പമാണ് ഇതിനകത്ത് പറയുന്നത്. ആത്മാവ് സത്യവും മായ മിഥ്യയുമാണെന്ന് പറയേണ്ടതില്ല. മായ മിഥ്യമാണെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ കാണാൻ പറ്റും, നമുക്കറിയാനും പറ്റും, പക്ഷേ അതല്ല യഥാർത്ഥത്തിലുള്ളത്. യഥാർത്ഥത്തിലുള്ളത് വേറൊരു വസ്തുവാണ്. അതിന് രൂപമാറ്റത്തിലുള്ള പല രൂപത്തിലുള്ളതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു നമുക്ക് മനുഷ്യജീവനെയും ജീവാത്മാവിനെയുമൊക്കെ ശരിയായി നമുക്ക് മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഭാഗം കൂടി ഇതിനകത്ത് കയറി വരും. ഈ മായാഭ്രമം കൂടി കയറി വരും. അങ്ങനെ നമ്മൾ പലതിനെയും തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അതിനെയാണ് നമുക്ക് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത്. ജ്ഞാനം വിദ്യ വേറെയുണ്ട്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തെറ്റിദ്ധരിക്കും, ഇതാണ് ഉന്മ, ഇതാണ് കറക്റ്റ്, ഇതേ ഉള്ളൂ, മറ്റൊന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സ്ഥൂലപ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം
അതിനൊരു സൂക്ഷ്മ പ്രപഞ്ചമുണ്ട്, അതിനൊരു ഉൾഘടകമുണ്ട്, അതിനകത്തൊരു ഘടകമുണ്ട്. അതെല്ലാം ഒന്നാണ്. ശാസ്ത്രം അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. ഒന്നിൽ നിന്നാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിലും ഉള്ളത് ആ ഒന്നാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനത്തിന് മാത്രമേ അജ്ഞാനത്തെ അകറ്റിയിട്ട് നമുക്ക് പ്രകാശം തരാൻ കഴിയുകയുള്ളൂ. വെളിച്ചം വന്നാൽ മാത്രമല്ലേ ഇരുട്ട് പോവോ? അങ്ങനെയല്ലേ, ആണല്ലോ തിയറി, അതാണല്ലോ. നമുക്ക് വെളിച്ചത്തിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന ഒരു ഇരുട്ട് അല്ലെങ്കിൽ ഒരു അജ്ഞതയാണ് പലപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. വെളിച്ചമെന്ന് പറയുന്നതിന് എന്താണ്, എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അത് ഒരു ഉത്തരമല്ലാത്ത ചോദ്യമാണ്. അങ്ങനത്തെ ചോദ്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്നത് പ്രകാശം എന്ന് പറയുന്നത് സത്യം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇരുട്ട് സത്യമല്ലേ? ആണ്. പക്ഷേ ഇരുട്ടെന്ന് പറയുന്ന സത്യം എന്തിനു വന്നത്? പ്രകാശം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സത്യം, ഇതിൽ നമുക്ക് ഉണ്മയായി മനസ്സിലാക്കേണ്ടുന്ന സത്യത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രകൃതിയുടെ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയൊക്കെ കഥ പറയുമ്പോൾ പുരുഷൻ വെളിച്ചത്തിൻ്റെയും പ്രകൃതി ഇരുട്ടിൻ്റെയും പ്രതീകങ്ങളാണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പര എന്നും അപര എന്നും രണ്ട് പ്രകൃതികളുണ്ടെന്നാണ് പറയുന്നത്, രണ്ട് കാഴ്ചപ്പാടുണ്ടെന്നാണ് പറയുന്നത്. പരാപ്രകൃതി വാസനാബദ്ധമായ ജീവനും അപരാപ്രകൃതി മായയുമാണ്. ഒന്ന് വാസനബദ്ധമായ ജീവനും മറ്റൊന്ന് മായയുമാണെന്നാണ്. പര എന്ന് പറയുന്നത് ജീവനും അപര എന്ന് പറയുന്നത് മായയുമാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഗുണത്തെ സംബന്ധിച്ച് പറയുന്നത് നിർഗുണവും സഗുണവുമുണ്ട്. പ്രത്യക്ഷമായ പ്രപഞ്ച നാമരൂപങ്ങളും ഗുണങ്ങളും പരിണാമങ്ങളും ഉള്ളവയാണെന്നതുപോലെ തന്നെ അതിന് ക്ഷയവും വിനാശകാലവുമുണ്ട്. ഒരു പർട്ടിക്കുലർ കാലത്തിനപ്പുറം അത് നിൽക്കാൻ പറ്റത്തില്ല. കാലമുണ്ട്, ദേശമുണ്ട്. ഏതൊരു വസ്തുവിനും കാലമുണ്ട്, ദേശമുണ്ട്. മനുഷ്യർക്കും അങ്ങനെയാണ്. ഒരു കാലത്തെ ജീവിക്കാൻ പറ്റും, ഒരു ദേശത്തെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ പറന്ന് നടന്നങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു ദേശം, അല്ലെങ്കിൽ ദേശങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലം, അല്ലെങ്കിൽ കുറേ കാലങ്ങൾ, ഇതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രകൃതി ഈ പ്രപഞ്ചമായി മാറുന്നത് മനുഷ്യൻ്റെ കൂടി, പുരുഷൻ്റെ കൂടി സാന്നിധ്യം വരുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചം എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ വെറും പ്രകൃതി, പ്രപഞ്ചം എന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇതുകൂടി വേണം. ജീവനാണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. മനുഷ്യൻ്റെ ജീവനാണ് ഈ സുഖവും ദുഃഖവും അനുഭവിക്കുന്നത്. മനസ്സാണ് എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും, അല്ല ശരീരത്തിനേക്കാൾ പ്രധാനം മനസ്സിൻ്റെ ഒരു ഫീലിംഗാണ് ശരീരത്തിന് കിട്ടുന്നത്, വേദനയും എല്ലാം. അപ്പോൾ ഒരു ഉറുമ്പ് കടിച്ചു, അപ്പം തലച്ചോറ് പറയും എന്തോ കടിച്ചിട്ടുണ്ട്, അപ്പോൾ ശരീരത്തിന് നമുക്ക് വേദന കിട്ടുന്നു. അതേസമയം തലച്ചോറിൽ അങ്ങനെ കടിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു ഫീലില്ലെങ്കിൽ നമുക്ക് വേദന കിട്ടത്തില്ല. എത്രയോ പേരെ ശരീരത്തിൽ കൂടി ഈ പാമ്പും പഴുതാരിയും പട്ടിയൊക്കെ എഴഞ്ഞ് പോയാലും അല്ലെങ്കിൽ കയറി പോയാലും ഒന്നും ഏൽക്കാത്ത എത്രയോ മഹാമുനികളുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ആ വേദന എന്നൊരു ഫീൽ അവർക്ക് അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് അവരുടെ മാനസിക നില. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതുപോലെ തന്നെ കർമാനുഭവങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെ അനുഭവങ്ങൾ, അന്ധകരണ പ്രവർത്തനത്തിലുണ്ടാകുന്ന സവിശേഷമായ സംസ്കാരത്തെയാണ് നമ്മൾ വാസന എന്ന്. അത് വാസനയെ സംബന്ധിച്ച് നമ്മൾ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും എപ്പോഴും മനുഷ്യനെ പിന്തുടരുന്ന വാസന തുടർച്ചയായി അദ്ദേഹത്തിനെ അതേ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ സ്വാധീനിക്കും. ഇപ്പോൾ മദ്യപിക്കുന്ന ശീലമുണ്ട്, മദ്യപാനത്തിൻ്റെ ഒരു വാസന ഉണ്ടെങ്കിൽ അത് തന്നെ മനുഷ്യനെ ഇങ്ങനെ വീണ്ടും വീണ്ടും മദ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആ കുപ്പി കണ്ടാൽ പോലും, മദ്യം തന്നെ കാണണമെന്നില്ല, മദ്യത്തിൻ്റെ മോഡലുള്ള കുപ്പിയിൽ വെള്ളം വെച്ചിരുന്നാൽ പോലും കളർ വ്യത്യാസം കൊണ്ട് എടുത്ത് കുടിക്കും. കരിങ്ങാലി വെള്ളമായാലും ചിലപ്പോൾ എടുത്ത് കുടിക്കുക. അയ്യോ കുടിച്ചു കഴിഞ്ഞിട്ട് അറിയുന്ന അയ്യോ ഇത് കരിങ്ങാലി വെള്ളമാണ്, അങ്ങനെ പോലും ചെയ്യും മനുഷ്യൻ. അത്രമാത്രം വാസനയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആകർഷണമുണ്ടാകും. വാസനയെ സംബന്ധിച്ചൊരു ആകർഷണമുണ്ട്, വെറുപ്പുണ്ട്, ഇവയെല്ലാം ഉണ്ട്. പുറത്തെ വസ്തുക്കളല്ല നമ്മളെ പലപ്പോഴും ഇത് മുമ്പോട്ട് പോകുന്നത്. അകത്തുള്ളൊരു സംസ്കാരത്തെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതും. ശാരീരിക കർമ്മങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ വാസനാബലത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വാസനാബലത്തിന് കീഴ്പ്പെട്ട് ശാരീരികങ്ങളുടെ ഉദ്യോഗങ്ങൾക്ക് അനുസൃതമായി ഒരാളുടെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയും തൽഫലമായി ദുഃഖങ്ങളും ദോഷങ്ങളും അനുഭവിക്കുകയും ചെയ്യും എന്നാണ്. അതായത് ഓരോ വാസനകൾക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് തരുന്ന ദുഷ്പ്രവർത്തികൾ, ഇപ്പോൾ ഭക്ഷണകാര്യം, ഒരുപാട് ഭക്ഷണം വാരി കഴിച്ചാൽ, ഭക്ഷണം ഒട്ടും കഴിക്കാത്ത വാസനയാണെങ്കിൽ ഭക്ഷണത്തോട് വെറുപ്പാണ്, അതൊരു വാസനയാണ്. ചിലർക്ക് ഭക്ഷണമേ കഴിക്കത്തില്ല, അമിതമായി ഭക്ഷണം കഴിക്കുന്നു, അതും ഒരു വാസനയാണ്. മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു, ലഹരിപദ, ഇത് ഓരോ വാസനകളാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വാസനകൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ, ഒരു പ്രാവശ്യം ചെയ്തു, രണ്ട് പ്രാവശ്യം ചെയ്തു, കണ്ട് ചെയ്തു, കേട്ട് ചെയ്തു, അറിഞ്ഞ് ചെയ്തു, മടിച്ച് ചെടിച്ച് ചെയ്തു, പായിച്ച് ചെയ്തു, ഓരോ രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന കണ്ട് ചെയ്തു,
ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ ഒരു വാസന രൂപപ്പെടും. പിന്നെ അതേ സെയിം സിറ്റുവേഷൻ വന്നാൽ, സെയിം സാഹചര്യം വന്നാൽ, അതേ മെറ്റീരിയൽ വന്നാൽ, മുട്ട സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ വെളിയിൽ ചെല്ലുമ്പോൾ അകത്ത് മുട്ട പൊരിച്ചാൽ ഉടൻ നമ്മൾ നേരെ അടുക്കളയിൽ ചെല്ലും. അവരെ പരിചയം പോലും ചിലപ്പോൾ കാണത്തില്ല വീട്ടുകാരെ മുട്ട കഴിക്കാനായിട്ട്. കാരണം അത് വാസനയുടെ വേറൊരു രൂപമാണത്. കാരണം മനുഷ്യനെ എപ്പോഴും എന്ത് ചെയ്യും, അവനെ ചെറുതാക്കുന്ന അല്ലെങ്കിൽ അവനെ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ വാസന എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയെയും പുരുഷനെയും, നമ്മൾ പറഞ്ഞു വന്നത് പ്രകൃതിയും പുരുഷനെയും കുറിച്ചാണ്. പ്രകൃതിയും പുരുഷനെയും കുറിച്ചുള്ള പരിജ്ഞാനം മനുഷ്യൻ്റെ ദൈനംദിന കർമ്മങ്ങളിലും ജീവിത മണ്ഡലങ്ങളിലും വ്യാപരിക്കുകയാണെങ്കിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഇവിടെ വന്നതിൻ്റെ കഥയും ഇവിടെ നിൽക്കുന്നതിൻ്റെ കഥ ഇതെല്ലാം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ കിട്ടിയ ലോകം വളരെ മഹത്താണ് എന്നുള്ള അറിയുകയും അതിനപ്പുറമുള്ള കാര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം, തർക്കമില്ല. പക്ഷേ അത് മാത്രമല്ല ജീവിതം, ജീവൻ്റെ പുണ്യം അതല്ല എന്നുകൂടി അത് മാത്രമല്ല എന്നുകൂടി മനസ്സിലാക്കിയാൽ കുറേ കൂടി ദുഃഖമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളീ പലതായി കാണുന്ന പ്രപഞ്ചവും അവയെല്ലാം പ്രവർത്തിക്കുന്ന ചൈതന്യവും അതിൻ്റെ രണ്ടവസ്ഥകളാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ രണ്ടവസ്ഥ. നമ്മളൊന്ന് മനസ്സിലാക്കുന്നു, ഒന്ന് ഒരു പ്രപഞ്ചം ഉണ്ട് അല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റും നമ്മളൊന്ന് അറിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഭഗവാൻ അർജുനനോട് ഭഗവാൻ പറയുന്നതും മറ്റൊന്നുമല്ല, ഈ മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും, മനുഷ്യൻ്റെ പുരുഷ പ്രകൃതിയെക്കുറിച്ചും യഥാർത്ഥ പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഉള്ള സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, നമ്മൾ പഞ്ചഭൂതങ്ങളുടെ ഭാഗമാണ് മനുഷ്യൻ എന്നുള്ള കൺസെപ്റ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പിനും പ്രവർത്തനത്തിനും ആധാരം പുരുഷൻ തന്നെയാണ്. പുരുഷൻ കൂടാതെ പ്രകൃതിക്ക് എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കൂടെ കൊണ്ട് കാണും. മനുഷ്യരുടെ പ്രവൃത്തികൾ കൂടെ കൊണ്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും അതിപ്പോൾ ആധുനിക യുഗത്തിലും നമ്മൾ പലതും കണ്ടുപിടിക്കുന്നുണ്ട്. കാരണം ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ച് വന്നപ്പോൾ മനുഷ്യപ്രേരിതമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം പോലും ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിക്കുന്ന ഈ ബന്ധങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്തൊക്കെ സൂചിപ്പിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഗീതയുടെ ഓരോ ഭാഗങ്ങളും എടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. പുതിയ ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വരും ദിവസങ്ങളിൽ എല്ലാവരും ഇത് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.